ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ മാത്തമെറ്റിക്സ് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കിയാലോ. യെസ്, ദ ഗിഫ്റ്റ് ആണ് അല്ലേ. നോക്കൂ, ജ്വാല ക്ലബ് കണ്ടക്ടഡ് സ്പീച്ച് കോമ്പറ്റീഷൻ ആസ് പാർട്ട് ഓഫ് ദ ന്യൂ ഇയർ സെലിബ്രേഷൻ. എന്താണ്? ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എന്താണ് ജ്വാല ക്ലബ് എന്ത് കണ്ടക്ട് ചെയ്തു? സ്പീച്ച് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തു. 4 children were declared winners under various categories. വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് എത്ര കുട്ടികൾ വിന്നേഴ്സായി? യെസ്, 4 കുട്ടികൾ അല്ലേ. വിന്നേഴ്സ് വിൽ ബി ഗിവൺ 500 rupees ഈച്ച് ആസ് ഗിഫ്റ്റ്. ഓരോരുത്തർക്കും എന്താണ് 500 rupees ഓരോരുത്തർക്കും ഗിഫ്റ്റായിട്ട് കിട്ടിയല്ലേ. ദ കറൻസി നോട്ട്സ് വിച്ച് ആർ ടു ബി പ്ലേസ്ഡ് ഇൻ ദ ഗിഫ്റ്റ് കവേഴ്സ് ഇൻ ദ ടേബിൾ. കംപ്ലീറ്റ് ദ ടേബിൾ. ആ ടേബിൾ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, 100 rupees നോട്ട്സ് ഓൺലി. അപ്പം നമ്പർ ഓഫ് നോട്ട്സ് നമുക്ക് നൽകിയിട്ടുണ്ട് 500 ആണല്ലേ. അപ്പോൾ എത്ര നൂറായിരിക്കും കൂട്ടുകാരെ? അതെ, 5 നൂറുകളായിരിക്കും അല്ലേ. 5 into 100 അല്ലേ ഇവിടെ വരിക. യെസ്, 5 into 100 എത്രയാണ്? യെസ്, 500. ദെൻ 10 rupee നോട്ട്സ് ഓൺലി. അവിടെ എത്രയായിരിക്കും? ഏത് സംഖ്യയെ 10 കൊണ്ട് കുടിച്ചാലാണ് നമുക്ക് 500 കിട്ടുക? യെസ്, 50 ആണല്ലേ. 50 into 10 500. ദെൻ 100 rupee നോട്ട്സ് 4 into 100 400. ദെൻ 50 rupee നോട്ട്സ് 2 into 50 100. എത്രയായി? യെസ്, 500 rupees ആയല്ലേ. ഇനി നമുക്ക് നോക്കൂ, നാലാമത് നൽകിയിരിക്കുന്നു. നോക്കൂ, 3 types ഓഫ് നോട്ട്സ് ഉണ്ടല്ലോ. അവിടെ എങ്ങനെയാണ്? 3 ടൈപ്പ് നോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? ടോട്ടൽ നമുക്കറിയാം 500 ആവണമല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 100 എഴുതാം. 100 എത്ര എഴുതാം? ഓക്കെ, നമുക്ക് 3 into 100 എഴുതാം. അപ്പോൾ 300 ആയല്ലേ. 3 into 100. ദെൻ 2 into 50. 50 രൂപ ചേർന്നാൽ 100 ആയല്ലേ. ദെൻ നമുക്ക് 10 rupee നോട്ട്സ് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് 10 rupee ആകുമ്പോൾ 10 into 10 എന്തായി? 100 അല്ലേ. 10 into 10 100. അപ്പോൾ ടോട്ടൽ എത്രയായി? 500 ആയല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൂടെ നോട്ട്സ് എഴുതാവുന്നതാണ്. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആക്ടിവിറ്റി 2 ക്രിക്കറ്റ് മാച്ച് അല്ലേ. ക്രിക്കറ്റ് മാച്ച് ഈസ് ഗോയിങ് ഓൺ ദ ഫോറസ്റ്റ്. ദ മാച്ച് ബിറ്റ്വീൻ പാന്തേഴ്സ് ക്ലബ് ആൻഡ് ദ ടസ്കേഴ്സ് ക്ലബ്. എന്താണ്? കാട്ടിലൊരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണല്ലേ. ദ മാച്ച് ഈസ് ബിറ്റ്വീൻ പാന്തേഴ്സ് ക്ലബ് ആൻഡ് ടസ്കേഴ്സ് ക്ലബ്. ആരൊക്കെ തമ്മിലാണ് കൂട്ടുകാരെ നടക്കുന്നത് മാച്ച്? യെസ്, പാന്തേഴ്സ് ക്ലബും ടസ്കേഴ്സ് ക്ലബും അല്ലേ. ടസ്കേഴ്സ് ക്ലബ് സ്റ്റാർട്ടിങ് ബാറ്റിംഗ് ഫസ്റ്റ്. ആരാ ബാറ്റ് ചെയ്യുന്നത് ഫസ്റ്റ്? ടസ്കേഴ്സ് ക്ലബ് അല്ലേ. ലുക്ക് അറ്റ് ദെയർ സ്കോർസ്. അവരുടെ സ്കോർസ് നോക്കൂ. ജംഗോ ദ എലിഫന്റ് എത്ര റൺസാണ് കിട്ടിയിട്ടുള്ളത്? യെസ്, 125 runs. ദെൻ മുട്ടൻ ദ ലയൺ എത്രയാണ് കിട്ടിയത്? 109 റൺസ് ആണല്ലേ. 109 runs. ദെൻ സ്പീഡി ദ ഹോഴ്സോ? യെസ്, 75 റൺസ് നേടിയിട്ടുണ്ടല്ലേ. ഓക്കെ, നൗ ജമ്പൻ ദ ടൈഗർ ഓഫ് ദ പാന്തേഴ്സ് ക്ലബ് ഈസ് ബാറ്റിംഗ് വിത്ത് 120 runs. അലോങ് വിത്ത് ഹിം ട്രിക്കി ഫോക്സ് ഈസ് ബാറ്റിംഗ് വിത്ത് 92 runs. നോക്കൂ, പാന്തേഴ്സ് ക്ലബിൽ 120 റൺസ് ആര് നേടിയിട്ടുണ്ട്? യെസ്, യെസ് ജമ്പൻ അല്ലേ, ടൈഗർ നേടിയിട്ടുണ്ട്. ദെൻ ട്രിക്കി ഫോക്സ് എത്രയാണ് നേടിയിട്ടുള്ളത്? 92 റൺസ് നേടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി റൺസ് ഡിഡ് ടസ്കേഴ്സ് ക്ലബ് സ്കോർ? ടസ്കേഴ്സ് ക്ലബ് സ്കോർ ചെയ്ത് എത്ര റൺസ് ആണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ 3 കൂടി ആഡ് ചെയ്യാമല്ലേ. 125 പ്ലസ് 109 പ്ലസ് 75 അല്ലേ. ഓക്കെ, നമുക്കിവിടെ കൂട്ടി നോക്കാം. 125 പ്ലസ് 109 പ്ലസ് 25 75. യെസ്, നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 309 അല്ലേ. 309. അപ്പോൾ ഇത്രയും കിട്ടി. എത്രയാണ്? 309. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഹൗ മെനി റൺസ് ഡു ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി റൺസ് ഡു പാന്തേഴ്സ് ക്ലബ് ഹാവ്? നോ, പാന്തേഴ്സ് ക്ലബ് ഇപ്പം എത്ര റൺസാണ് നേടിയിട്ടുള്ളതാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, പാന്തേഴ്സ് ക്ലബ് ഈസ് ബാറ്റിംഗ് വിത്ത് 120 runs. അലോങ് വിത്ത് ഹിം ട്രിക്കി ഫോക്സ് ഈസ് ബാറ്റിംഗ് വിത്ത് 92 runs എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കാം. 120 പ്ലസ് 120 പ്ലസ് എത്രയാണ്? 92 അല്ലേ. ഓക്കെ, 120 പ്ലസ് 92 2. ദെൻ
എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? അതെ, 212. എത്രയാണ്? 212 അല്ലേ? ഓക്കെ, നമുക്ക് 212 അല്ലേ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മോർ റൺസ് നീഡഡ് ഫോർ പാന്തേഴ്സ് ക്ലബ് ടു വിൻ ദ മാച്ച്? മാച്ച് വിൻ ചെയ്യണമെങ്കിൽ പാന്തേഴ്സ് ക്ലബ് എത്ര റൺസ് കൂടി നേടണം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടെത്തും? യെസ്, രണ്ടും കൂടി മൈനസ് ചെയ്ത് നോക്കാമല്ലേ. നേരത്തെ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? യെസ്, 309. ദെൻ 212 അല്ലേ? ഓക്കെ, രണ്ടും കൂടി മൈനസ് ചെയ്ത് നമുക്ക് എത്രയാണ് കിട്ടുക? 97 എന്ന് കിട്ടുമല്ലേ. 97 എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ സ്കോർ ആവുമല്ലോ. അപ്പോൾ ഒരു എണ്ണം കൂടി കൂടണ്ടേ, എന്നാലല്ലേ വിജയിക്കാൻ പറ്റുകയുള്ളൂ. യെസ്, 98. ആൻസർ എത്രയാണ്? 98. Okay, then write the measure. Write measuring utensils. Weighting scales are given in the picture. Complete the table writing the measurement and the units. First one നോക്കൂ, 2 times 10 milliliter ആയല്ലേ. Then 4 times 200 milliliter അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? യെസ്, 400 milliliter ആവും അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? യെസ്, 4 into 2, യെസ് 800 milliliter. 800 milliliter അല്ലേ. 800 milliliter കിട്ടും. ഓക്കെ, then 3 times 1 liter. 1 liter 3 times എന്ന് പറഞ്ഞാൽ 3 liter അല്ലേ. 3 liter. ഓക്കെ, 3 liter എന്ന് കിട്ടും. then 4 times അല്ലേ, 500 gram. 4 times 2 500 gram ചേർന്നാൽ എത്രയായി? 2 കിലോഗ്രാം ആയല്ലേ. അപ്പം 4 500 gram ചേർന്നാൽ എത്രയായി? യെസ്, 4 500 gram ചേർന്നാൽ 2 500 കിലോഗ്രാം ചേർന്നാൽ എത്ര? 2 500 gram ചേർന്നാൽ 1 കിലോഗ്രാം ആയി. അപ്പം 4 500 gram ചേർന്നാൽ എത്രയാണ് കൂട്ടുകാരെ? അതെ, 2 കിലോഗ്രാം അല്ലേ. ആൻസർ എത്രയാണ്? 2 കിലോഗ്രാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു 500 gram, ദെൻ 2 500 gram ആയാൽ 1 കിലോഗ്രാം ആയി. അപ്പം 3 ആവുമ്പോൾ 4 ആവുമ്പോൾ അങ്ങനെ എത്രയാവും? യെസ്, 4 500 gram ചേർന്നാൽ എത്രയായി? 2 കിലോഗ്രാം ആയി. 2 കിലോഗ്രാം. Okay, then the height and weight of Laju and third standard is given. Write the correct unit. Height എത്രയാണ്? ഹൈറ്റ് നമ്മൾ ഏതാണ് എഴുതുക? സെൻറ്റിമീറ്ററിലാണല്ലേ എഴുതേണ്ടത്. ഹൈറ്റ് എത്രയാണ്? 128 സെൻറ്റിമീറ്റർ. 128. വെയിറ്റോ? യെസ്, kg അല്ലേ. വെയിറ്റ് എന്തിലാണ്? kg. Then vegetable garden. The picture shows the vegetable. Milan got from school vegetable garden today. Complete the table writing the numbers of each vegetable. ഓരോ വെജിറ്റബിൾസിൻ്റെയും എണ്ണാണല്ലേ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. യെസ്, കൗണ്ട് ചെയ്ത് നിങ്ങളിവിടെ എഴുതണം അല്ലേ. പംകിൻ എത്രയാണെന്ന് ഇവിടുന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. പംകിൻ നമുക്ക് എത്ര എണ്ണമാണ് കിട്ടുന്നത് കൂട്ടുകാരെ? യെസ്, 7 ആണല്ലേ. പംകിൻ 7. ദെൻ ടൊമാറ്റോ നോക്കൂ. ടൊമാറ്റോ 1 2 3 4 5 6 7 8 അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ടൊമാറ്റോ 8 അല്ലേ. ടൊമാറ്റോ 8. ദെൻ ലേഡീസ് ഫിംഗർ നോക്കാം അല്ലേ. ലേഡീസ് ഫിംഗർ യെസ്, 1 2 3 4 5 6 7 8 9 10. ലേഡീസ് ഫിംഗർ എത്രയാണ്? 10 ആണ്. ദെൻ നോക്കൂ, പൊട്ടാറ്റോയും കൂടി എണ്ണി നോക്കാം നമുക്ക്. പൊട്ടാറ്റോ യെസ്, 1 2 3 4 5 6. ദെൻ നെക്സ്റ്റ് ഒനിയൻ ആണല്ലേ. 1 2 3 4 5 6 7. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായി എഴുതാം. പംകിൻ 7, ദെൻ ടൊമാറ്റോ 8, ദെൻ ലേഡീസ് ഫിംഗർ 10, ദെൻ പൊട്ടാറ്റോ 6, ദെൻ ഒനിയൻ 7 അല്ലേ. ഓക്കെ, നെയിം ദ വെജിറ്റബിൾസ് വിച്ച് ആർ സെയിം ഇൻ നമ്പർ. സെയിം ആയിട്ടുള്ളത് ഏതൊക്കെയാണ് നോക്കൂ? സെയിം ആയിട്ട് വരുന്നത് യെസ്, പംകിനും ഒനിയനും അല്ലേ. പംകിനും ഒനിയനും. ഓക്കെ, റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ടേബിൾ. ഈ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് വെജിറ്റബിൾസ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ എത്ര ഉണ്ടെന്ന് ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 5 കാർഡ് ഗെയിം. അജയ് ആൻഡ് മിലൻ ആർ പ്ലേയിങ് cards. They took 24 cards from the box and divided them equally and started to play. എത്ര കാർഡ്സ് ആണുള്ളത്? 24 കാർഡ്സ്. എത്ര പേര് വെച്ചിട്ട് കൂട്ടുകാരെ കളിക്കുന്നത്? 2 ആളുകളാണ് അല്ലേ. ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ്. ഓരോരുത്തരുടെയും കയ്യിലും എത്ര കാർഡ്സ് ഉണ്ടാവുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ആകെ 24 കാർഡ് ഉണ്ട്. 24 കാർഡ് 2 പേർക്ക് വീതമല്ലേ. അപ്പം എന്ത് കണ്ടെത്തണം? 24 ഹരിക്കണം 2 അല്ലേ. 24 ഹരിക്കണം 2. അപ്പോൾ ഒരാൾക്ക് എത്രയായിരിക്കും?
അതെ 12 അല്ലേ. ഓക്കെ. Then after the first game, 2 more friends joined them to start a new game. Divided the cards again. Then how many cards does each one have? നമുക്കറിയാം ആകെ എത്ര കാർഡ്സ് ആണുള്ളത്. യെസ് 24 അല്ലേ. ഓക്കെ നോക്കൂ 20. യെസ് നമ്മൾ പറഞ്ഞു 24 കാർഡ്സ് ആണുള്ളത്. ആദ്യം 2 പേരാണല്ലോ. ഇപ്പം 2 പേരും കൂടി ജോയിൻ ചെയ്തില്ല. അപ്പോൾ ആകെ എത്ര പേരായി? 4 പേരായല്ലേ. അപ്പം 24 ഡിവൈഡഡ് ബൈ 4 ആയല്ലേ. അപ്പോൾ എത്ര എണ്ണം ഓരോരുത്തർക്ക് ഉണ്ടാവുക? യെസ് 6 അല്ലേ. ഓരോരുത്തർക്കും എത്ര എണ്ണം വീതം കിട്ടും? 6. ദെൻ ആഫ്റ്റർ സം ടൈം 4 more ഫ്രണ്ട്സ് കെയിം അല്ലേ. വീണ്ടും എന്താണ്? ആ 4 പേര് കൂടി വന്നു. ദേ ടുക്ക് 24 കാർഡ്സ് ഫ്രം ദ ബോക്സ് ആൻഡ് മിക്സഡ് ദം വിത്ത് ദ കാർഡ്സ് ദേ വർ ഓൾറെഡി പ്ലേയിങ്. അതായത് അവരെത്ര കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? 24 കാർഡ്സിൽ. ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന 24 കാർഡ്സില്ലേ. യെസ് ആ കാർഡ്സിനോടൊപ്പം അവർ കൊടുന്ന കാർഡ്സും കൂടി മിക്സ് ചെയ്തു. ദെൻ ദേ ഡിവൈഡഡ് ദ കാർഡ്സ് ഈക്വലി ടു സ്റ്റാർട്ട് എ ന്യൂ ഗെയിം. പിന്നെ അവരെന്ത് ചെയ്യാണ്? അവർ വീണ്ടും ഗെയിം കളിക്കുകയാണ് അല്ലേ. ദെൻ ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ് പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസറിന് ടിക്ക് മാർക്ക് ചെയ്യാനാണ് അല്ലേ. ഹൗ മെനി കാർഡ്സ് വിൽ ഈച്ച് വൺ ഹാവ്. ഒരാളുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടാവും? നമുക്കറിയാം ഇപ്പോൾ ആദ്യം 24 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ 4 പേരും കൂടി വന്ന് നോക്കുമ്പോൾ എത്ര എണ്ണം എടുത്തു? 24 എണ്ണം കൂടി കൊണ്ടുവന്നില്ല. അപ്പോൾ ആകെ എത്ര കാർഡ്സ് ആണുള്ളത്? യെസ് 48 കാർഡ്സ് ആണുള്ളത്. ഇനി ആകെ എത്ര പേരാണുള്ളത്? ആദ്യം 4 പേരായിരുന്നു. പിന്നെ 4 പേര് കൂടി വന്നില്ലേ. അപ്പോൾ 8 പേരുണ്ടല്ലേ. അപ്പോൾ എത്രയായി? 6 അല്ലേ. അതായത് 48 ഹരിക്കണം 8. ഓക്കെ ആൻസർ എത്രയാണ്? 6. അപ്പോൾ ആൻസർ എവിടെ? യെസ് 6 ആണ് ആൻസർ വരുന്നത് അല്ലേ. ഉത്തരം എത്രയാണ്? 6. ഓക്കെ ദെൻ what is the time? Complete the table writing the time and draw the hands of the clock. ഇവിടെ എത്രയാണ്? 2 o'clock ആണല്ലേ. സിമ്പിൾ അല്ലേ. 2 o'clock then 2:15 ആണ്. അപ്പോൾ 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലായിട്ട് വരച്ചു കൊടുക്കുക. ദെൻ 15 എന്ന് പറയുമ്പോൾ യെസ് 3യുടെ വരെ അല്ലേ. 3ക്ക് നേരെ. യെസ് ഈസി ആണല്ലേ. ഓക്കെ നോക്കൂ. ദെൻ തൻവി boarded a train from Varkala to Chennai, visit the uncle house. The train started at 3:30 and reached Kollam after half an hour. After traveling for another 1 hour, the train reached Chengannur. നോക്കൂ, what is the arrival time of the train at Kollam? കൊല്ലത്ത് എത്തി നോക്കുമ്പോൾ ട്രെയിനിൻ്റെ അറൈവൽ ടൈം, എത്തിച്ചേർന്ന ടൈം എത്രയാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ എത്ര മണിക്കാണ് ഇവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്? 3:30-ക്കാണല്ലേ. ദെൻ ഹാഫ് ആൻ അവർ, അരമണിക്കൂറിന് ശേഷമാണ് കൊല്ലത്തെത്തിയത്. അപ്പോൾ എത്ര മണിയായിരിക്കും കൊല്ലത്തെത്തിയിട്ടുണ്ടാവുക? 4 o'clock-നല്ലേ. എത്രയൊക്കെയാണ്? 4 o'clock. ദെൻ വെൻ ഡിഡ് ദ ട്രെയിൻ റീച്ച്? ചെങ്ങന്നൂർ എപ്പോഴാവും എത്തിയിട്ടുണ്ടാവുക? ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ അനദർ 1 hour. അതായത് 4 hour-നോട് കൂടിയിട്ട് 1 hour കൂടി കൂട്ടിട്ടില്ല. അപ്പോൾ എത്രയായി? 5 hour ആയല്ലേ. 5 hours ദ ട്രെയിൻ റീച്ച് ചെങ്ങന്നൂർ. 5 hours അല്ലേ. ഓക്കെ 5 hours. യെസ് 5 o'clock-നായിരിക്കും അപ്പോൾ അവർ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ 4 o'clock-ന് എവിടെ എത്തി? കൊല്ലത്തെത്തി. ദെൻ വെൻ ഡിഡ് ദ ട്രെയിൻ റീച്ച് ചെങ്ങന്നൂർ? 5 o'clock അല്ലേ. ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും